പഴശ്ശിരാജയിലെ അഭിനയത്തിന് മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ പത്മപ്രിയ ആ അവാർഡിന് പിന്നിലെ യുക്തിയെ ചോദ്യം ചെയ്യുകയാണ്. അവാർഡുകൾക്ക് പിന്നിൽ അജണ്ടയുണ്ടാവാമെങ്കിലും അത് മറച്ചുവെക്കാനുള്ള യുക്തിയെങ്കിലും അവാർഡ് കമ്മിറ്റിക്കാർ കാണിക്കണമെന്ന് അവർ വാദിക്കുന്നു. നിശ്ചിതമായ യുക്തിയോടെ നേരെ ചൊവ്വെ രണ്ടാം ഭാഗത്തിലേക്ക്. പത്മപ്രിയയെ ഒരു ഫ്രീക്ക് ആള് എന്ന് വിളിക്കാവോ? അപ്പോൾ കേട്ടിരിക്കുന്ന അനുസരിച്ചിട്ട് വെറുതെ ബസ്സിൽ കയറി യാത്ര ചെയ്യും, ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ പോകും. ഇപ്പോൾ ഒരു ആക്ട്രസ് ആയിട്ടും ഒരുപക്ഷെ അതിൻ്റെ ഒരു ഗൗരവം ഒന്നും കണക്കിലെടുക്കാത്ത തരത്തിലുള്ള ഒരു ജീവിതം ആണ് എന്ന് പറഞ്ഞാൽ അതെന്താ പറയുക? ഫ്രീക്വൻസ് ആണോ അത്? ആക്ട്രസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗൗരവം മനുഷ്യന്മാരെ കണ്ടിട്ട് അവരെ മനസ്സിലാക്കാൻ മാത്രമാണ്. ഇറ്റ്സ് ഫോർ ആസ് എൻ ആക്ടർ ഐ ഷുഡ് ബി ഏബിൾ ടു റീകണക്ട് വിത്ത് യു ആസ് എ ഹ്യൂമൻ ബീങ് മോർ ദാൻ ആസ് എ പേഴ്സൺ ഹൂസ് നോട്ട് എൻ ആക്ടർ. സോ എൻ്റെ ഗൗരവം എൻ്റെ ആൾക്കാരുടെ കൂടെ പോയി എൻ്റെ സിനിമകൾ അവരോട് കൂടെ കണ്ട് അവരുടെ ഒരു വ്യൂ പോയിന്റ് കാണാനാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. അത് നിങ്ങൾ ഫ്രീക്കിന് ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ എനിക്ക് അറിഞ്ഞൂടാ. ആസ് ഫാർ ആസ് ട്രാവലിംഗ് ഇൻ ബസ്, trains, etc. is concerned, I'm extremely fond of public transportation, not just because it's cheap or I cannot afford airfare. എനിക്ക് ഒരു ഹാബിറ്റ് ആയിരുന്നു, ഒരു സ്ഥലത്തിൽ പോകുമ്പോൾ I used to take buses randomly to understand the routes of the place, also to understand the people. And because ഒരു സ്ഥലത്ത് നമ്മൾക്ക് ഒരു ഫേവറേറ്റ് കിരാന സ്റ്റോറോ ഒരു ഫേവറേറ്റ് ഭക്ഷണമുള്ള കടയോ അങ്ങനെ ഒരു സാധനമല്ല. It keeps changing. So for me, it's all been a travel. As an army kid, this is completely to do with my childhood. Till 16 years of age, I have had this very migratory kind of life. അപ്പോൾ എത്ര അറിയപ്പെടുന്നവളായാലും എത്ര റിച്ച് ആയാലും ഈ ബസ്സിലെ യാത്ര തുടരും എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇതൊക്കെ കാശും ഒരു സംബന്ധമില്ല. It helps me connect with people. ഭയങ്കര ഒരു various classes of people come. Various incidents happen. You won't believe. ഞാൻ ഇപ്പോൾ ഒരു മാസം മുമ്പ് I used to go for my classes for my law exams. I used to go for my classes. And I chose to use the bus. Hyderabad le aalkarke enik atra ariyilla, so it's easy. So I took the bus and in a city like Hyderabad, cosmopolitan city like Hyderabad, you won't believe bhayangara thirakkayirunnu aa bus le. And there was one person, so much so male people normally get from the back alle, but it was so crowded that the male tribal person came along. He was a tribal lower caste. I hate this word, but lower caste person who had come on the bus. There was one man with a vibhuti. I am a Brahmin myself. I am a Brahmin myself. I love Brahmins. I love tribals. Niki casteism enik manasilavilla. But I am just putting this in a scenario. You won't believe, in a city like Hyderabad, in a public transport like bus, local bus, the person actually told him to go off back there. Our tribal alkar ഞാൻ എന്തിനാ ചെയ്യണം, നിങ്ങളും വരാം കൂടെ വരാം എന്ന് പറഞ്ഞപ്പോൾ that man said, how dare you compare myself with you? Honestly, ഞാൻ കാസ്റ്റ് സിസ്റ്റം കുറിച്ച് ഞാൻ കുറേ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ആദ്യത്തെ this is the first time in my life I actually saw it happening in front of my eyes. So there are a lot of things like this that I see and I feel. I sit next to a vegetable vendor. I sit next to a middle class working teacher. I enjoy my atmosphere. മലയാളം സിനിമ മാത്രം കണ്ടിട്ടുള്ളവർക്ക് പത്മപ്രിയയെ കുറിച്ചിട്ട് ഒരു സങ്കല്പമുണ്ട്, ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജും പത്മപ്രിയയുടെ യഥാർത്ഥ ജീവിതവും തമ്മിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ട്? ഞാൻ ചെയ്ത കഥാപാത്രം എല്ലാം കഥാപാത്രം ഹാവ് ബീൻ വെരി ഡിഫറെൻറ്റ്, ബട്ട് ഡെഫിനറ്റ്ലി ഡു നോട്ട് റിഫ്ലെക്റ്റ് മൈ ലൈഫ്. ഞാനിപ്പോൾ ഐ എം ഇൻ മൈ mid-20s. I am a young city-bred girl, educated girl. I've always lived in cities and towns. I have a certain upbringing, which is a combination of capitalism and, you know, whatever. I don't want to add isms and all to this, but I've been brought up in a certain way, okay? And that has got nothing to do with my films. And ഞാൻ നോക്കുന്ന കഥാപാത്രം കൂടെ I try to see that they're very different from who I am. Because then only it becomes a challenge for me to act. ഒരു സമയത്ത് പത്മപ്രിയ തന്നെ പറഞ്ഞു, ഒന്നും റിഗ്രറ്റ് ചെയ്തിട്ടില്ല ജീവിതത്തിൽ, ആ വാക്ക് തന്നെ അറിയില്ല എന്ന് പറഞ്ഞു. ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളെ കുറിച്ച് ഒരു തവണ പറഞ്ഞ അഭിപ്രായം പിന്നെ റിഗ്രറ്റ് ചെയ്തില്ലേ? തീർച്ചയായിട്ടില്ല. ഞാൻ അങ്ങനെ പറഞ്ഞ അഭിപ്രായമില്ല. ഇറ്റ് വാസ് എ ക്ലിയർ സ്റ്റേറ്റ് ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. ബിക്കോസ് ഇറ്റ്സ് എ 1 hour interview. You don't know how people edit on the editing table. It's a known fact. An actor should ideally give his or own voice. അത് നമ്മളുടെ നാട്ടിലെ എങ്ങനെ ഈ റിയൽ ഡബ്ബിങ്ങിൻ്റെ this whole thing of sync sound is not there anymore, which was there at once upon a time. An actor's performance is 50% of his voice. Can you imagine a Rajamanikam character being dubbed by anybody else other than Mamukka? Pinna adu work cheyu ningalku illalo. Sound is definitely very important. I am not saying that
they are not good. I am saying I am not good enough. അതിൽ എന്തെങ്കിലും അവർക്ക് അത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിപ്പോയി, അത് എഡിറ്റിംഗിലോ എന്തെങ്കിലും, അത് ഞാൻ ഇൻ്റർവ്യൂ ഇപ്പോഴും കണ്ടിട്ടില്ല. സോ ഫോർ ദാറ്റ് ഐ സെഡ് ഇഫ് ദിസ് എ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഐ എം സോറി, ബട്ട് ഐ എം നോട്ട് ട്രൈങ്, അവർക്ക് ഞാൻ കുറ്റം പറഞ്ഞില്ല. ഐ എം സെയിങ് ദറ്റ് ഐ എം അറ്റ് റോങ്, ദറ്റ് ഐ കാൺട്ട് സ്പീക്ക്. ഏതൊക്കെ കാര്യത്തിലാണ് പത്മപ്രിയ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നത്? മിസ്അണ്ടർസ്റ്റാൻഡിങ് ലൈഫിൽ എവിടെയും ഉണ്ടാവും, ദിവസം എൻ്റെ അച്ഛനമ്മയോട് തന്നെ ഉണ്ടാവും. അപ്പോൾ അത് അങ്ങനെ കാര്യമായിട്ട് നോക്കുന്നത് ഇല്ല. യു ടു ജസ്റ്റ് മൂവ് ഓൺ ഇൻ ലൈഫ്, ജസ്റ്റ് കീപ് ഗോയിങ്, യു നോ, ലൈഫ് കീപ്സ് മൂവിങ്. പത്മപ്രിയയെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞു കേട്ട ഇംപ്രഷൻസ് ഉണ്ടല്ലോ, അതിൽ എത്രത്തോളം ശരിയുണ്ട്, എത്രത്തോളം തെറ്റുണ്ട്? ഈ പെർസെപ്ഷൻ എന്ന് പറഞ്ഞ സാധനം ഇറ്റ്സ് എ വെരി ഫ്ലെക്സിബിൾ തിങ്. ബട്ട് ദർ ഈസ് എ ലോട്ട് ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങൾ പറഞ്ഞ പോലെ ദർ ആർ എ ലോട്ട് ഓഫ് പീപ്പിൾ ഹു തിങ്ക് ഐ എം ആൻ ആരഗന്റ് പേഴ്സൺ, വിച്ച് ഇസ് നോട്ട് ട്രൂ അറ്റ് ഓൾ. ഐ ഹേറ്റ് ആരഗൻസ്. And if it is there in me, I would like to change it. But because I speak and I have... Short-tempered ആണെന്ന് വിശ്വസിക്കുന്നവരാണ്. I am short-tempered, but I have improved a lot. My father is എൻ്റെ അച്ഛനാ വന്നു മോർണിംഗ് മൂഡിന് പത്മപ്രിയൻ്റെ വീട്ടിലെ ഭയങ്കര ഒരു സാധനമാണ്. When I get up in the morning, I have a terrible mood. Unless I get up in my own pace. Even if it's 5 in the morning, I should get up in my own pace. ആരെങ്കിലും വന്നിട്ട് എനിക്കെന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ വീട്ടിലെ. സോ യെസ്, ദർ ഇസ്, ഞാൻ പെർഫെക്റ്റ് ഹ്യൂമൻ ബീങ് ആണ് ഞാൻ പറഞ്ഞിട്ടില്ല. ആൻഡ് ഐ ഡോണ്ട് വോണ്ട് ടു ബി പെർഫെക്റ്റ്, യു നോ, ഐ വോണ്ട് ടു ലേൺ ഫ്രം മൈ ഇംപെർഫെക്ഷൻസ്, നോട്ട് ഫ്രം മൈ പെർഫെക്ഷൻസ്. സോ എനിക്ക് ഭയങ്കരമായിട്ട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷേ കാണുമ്പോൾ ആൾക്കാർ ഇഫ് ദേ ക്രിയേറ്റ് എ നെഗറ്റീവ് ഇംപ്രഷൻ ഓൺ എ സർട്ടൻ സ്കെയിൽ, ഇറ്റ്സ് മിയർലി സിറ്റുവേഷണൽ, ഇറ്റ്സ് നോട്ട് ട്രൂ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഹൂ ഐ ആം. പക്ഷേ എൻ്റെ കയ്യിൽ തെറ്റുകളുണ്ട്. ആൻഡ് ഐ ആം എ ഹ്യൂമൻ ബീങ് ആൻഡ് ഐ ആം ഹാപ്പി വിത്ത് മൈ മൈനസസ്. Unless I have minus, I won't grow. Different people, one home. ManoramaOnline.com, your home